അല്ല അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്, ശരിക്കും നമ്മളെങ്ങനെയാണ് ശരിക്കും AI എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് എത്തിയത്? അല്ല, എന്തുകൊണ്ട് AI ബിൽഡ് ചെയ്യണ രീതിക്ക് വന്നു എന്നല്ലേ ശരിക്കും പറഞ്ഞില്ലേ. അതായത് നമ്മൾ ഓൾറെഡി ചെയ്യണത് ഫ്ലട്ടർ ഡെവലപ്മെന്റ്, മേർജ് സ്റ്റാക്ക്, അതിലാണ് ഞാൻ കുറെ കാലമായിട്ട് അതിന്റെ സെയിൽസും അതിന്റെ ആഫ്റ്റർ ആയിട്ട് ചെയ്യേണ്ട സർവീസ് മെയിൻ്റെനൻസ് ആ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിനായിട്ട് ഞാൻ പറഞ്ഞു, അതായത് AI വരുന്നുണ്ട്, ChatGPT ഇറങ്ങുന്നുണ്ട്, ഡീപ്സീക്ക് വന്നു. ഡീപ്സീക്ക് ChatGPT അതിന് മുന്നേ മറ്റേ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെന്ത് ചെയ്യും അതുവരെ ചെയ്തെന്ന് വെച്ചാൽ അത് ലൈഫിൻ്റെ ഒരു പാർട്ടാക്കും. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതുകൊണ്ട് ജനറേറ്റ് ചെയ്യാം, അത് കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. പെട്ടെന്നാണ് അതായത് നമ്മൾ ചെയ്യുന്ന ഫീൽഡ് ഇത് ഔട്ടാക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാം. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാലാവും, പക്ഷെ നമ്മൾ വിചാരിച്ചു കുറേ ടൈമുണ്ട്, നമുക്ക് കുറേ കാലമുണ്ട് ഇതൊക്കെ റീപ്ലേസ് ചെയ്ത് വരാൻ. അതിൻ്റെ ഇടയിലാണ് നമ്മൾ കുറേ AI റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻസ് കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാരൊക്കെ പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ഈ റോബോട്ട് വരും, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വരും, മനുഷ്യന്മാർ ചെയ്യണ എല്ലാ ലോഡ് ചെയ്ത് വരുന്ന, അതായത് മെന്റലി സ്ട്രെസ് എടുക്കുന്ന കാര്യങ്ങൾ വരെ റീപ്ലേസ് ആയി പോകും. അങ്ങനെ രീതിയിൽ മാത്രമാണ് ഫ്യൂച്ചറായിട്ടാണ് എല്ലാവരും പറഞ്ഞത്. പെട്ടെന്നാണ് ഞാൻ ഒരു ബോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ സർവീസസും 2-3 പ്രോംപ്റ്റ് കൊടുത്താൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ bolt.new AI അതാണ് അതിൻ്റെ പേര്. ഇപ്പോൾ ഏകദേശം അധികം ഫീച്ചേഴ്സും അതിൽ ഫ്രീ ആണ്. ഇത്ര 1,00,000 ടോക്കൺ ഡെയിലി ഒരു ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് വെച്ചിട്ട് തന്നെ നമുക്കിപ്പോൾ എൻ്റെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ വിത്തിൻ മന്ത്സിൽ ചെയ്യുന്ന കാര്യങ്ങൾ വിത്തിൻ മിനിറ്റ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതും നമ്മൾ ഉപയോഗിക്കുന്ന റിയാക്ട് തന്നെ ചെയ്ത് തരും. അതും അതിൻ്റെ ഫയൽസ് കാര്യങ്ങൾ ചെയ്യും. അത് നമ്മളിങ്ങനെ ഡിപ്ലോയ്മെന്റ് അടക്കം ചെയ്തിട്ട്, അതായത് വിത്തിൻ മിനിറ്റ്സിൽ ഡിപ്ലോയ്മെന്റ് അടക്കം ചെയ്തിട്ട് അതിന് ലിങ്ക് തരും. നമുക്ക് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഡിപ്ലോയ്മെന്റ് അധികം അവർ ഫ്രീ ആയിട്ട് തന്നെ ഡിപ്ലോയ് ചെയ്ത് തരും. നമ്മൾ ഒരു കസ്റ്റമർ ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിൽ ബാക്ക് എൻഡ് കണക്ട് ചെയ്യാനും വലിയ രീതിയിലുള്ള പ്രോസസ് ചെയ്യാനൊക്കെ പറ്റും. അതിന് ചെറിയ രീതിയിലുള്ള കോസ്റ്റ് കാര്യങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലായി ഇത് നമ്മളെ ജോബിനെ റീപ്ലേസ് ചെയ്യുന്ന ലെവലിൽ കഴിഞ്ഞ് പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും റീപ്ലേസ് ആയിട്ടില്ല. എന്തുകൊണ്ട് വെച്ചാൽ ആൾക്കാർ അപ്ഡേറ്റ് ആയിട്ട് വരേണ്ട സമയമുള്ളൂ. പക്ഷെ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ആൾക്കാരെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അപ്ഡേറ്റ് ആവും. നമ്മൾ വിചാരിപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് വരാൻ അത്ര സമയം, 3G 4G വരാൻ കുറേ സമയം എടുത്തു. 2G 3G വരാൻ കുറേ സമയം, 3G 4G വരാൻ കുറച്ചുകൂടി സമയം എടുത്തുള്ളൂ. പക്ഷെ 4G 5G വരാൻ വിത്തിൻ മന്ത്സ് എല്ലാവരും പെട്ടെന്ന് എത്തി. ഇപ്പോൾ 5G ഡിവൈസ് അല്ലാത്തത് ഭയങ്കര കുറവായി. വിത്തിൻ മന്ത്സ് കൊണ്ട് ആൾക്കാർ അതൊക്കെ എത്തണമെങ്കിൽ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ജനറേഷൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കാര്യത്തിലൊക്കെ ഇത്രയും ആൾക്കാർ ഇത്രയും പോസ്റ്റ് ചെയ്തിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കണോ, മൊബൈൽ ആപ്പ് ഉണ്ടാക്കണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അത് കണ്ടപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കി ഇനിയിപ്പോൾ ഈ ഒരു സർവീസ് മേഖലയിൽ നിന്നിട്ട് കാര്യമില്ല. ഇനി നമ്മൾ എന്തെങ്കിലും ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും, ഒരു സാസ് പ്രൊഡക്റ്റ് ആക്കി അതിന് മാറ്റിയിട്ട് വേണം ബിൽഡ് ചെയ്യാനെന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് പഠിക്കണം എന്നുള്ള രീതിയിൽ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് ഫ്രം സ്ക്രാച്ച് ഒന്നും അറിയില്ല, എന്താണ് എങ്ങനെയായാലും LLM വർക്ക് ചെയ്യണമെന്നോ അങ്ങനത്തെ കാര്യങ്ങളോ അറിയില്ല. അതായത് എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയുമ്പോൾ അതിന് മെയിൻ ആയിട്ട് വരുന്ന ഇപ്പോൾ വരുന്നത് പറഞ്ഞ പാർട്ടാണ് LLM, ലാർജ് ലാംഗ്വേജ് മോഡൽ. ഇത് ബേസിക് മോഡലാണ് LLM മോഡൽസ് വരുന്നത്. LLM മോഡൽസിനെ ട്യൂൺ ചെയ്ത് പല രീതിയിൽ മാറ്റിയിട്ടാണ് പല തരത്തിലുള്ള വരുന്നത്. ഈ LLM മോഡൽസ് പറഞ്ഞാൽ ലാർജ് ലാംഗ്വേജ് ആയിട്ട് ട്രെയിൻ ചെയ്ത് കുറേ പാരാമീറ്റേഴ്സ് ഉള്ള ഒരു ഡാറ്റയാണ്. ആ ഡാറ്റയിൽ നിന്ന് ചൂസ് ചെയ്യണം. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ കൊടുക്കുന്ന കമന്റ് അനുസരിച്ച് മനസ്സിലാക്കി ഓട്ടോമാറ്റിക്കായിട്ട് റിസൾട്ട് വരും. ഈ LLM മോഡൽസിന്റെ വലിയൊരു എക്സാമ്പിളാണ് ChatGPT, ഡീപ്സീക്ക്. ഇപ്പോൾ ഇംപ്രസീവായിട്ട് ജെമിനി ഇംപ്രസീവായി കാണുന്ന എല്ലാ അത് ബേസ് ചെയ്തിട്ടാണ്. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് കേസ് വന്ന ഫീച്ചർ അല്ലെങ്കിൽ മോഡൽസ് ഒക്കെ പറയുന്നത് ഈ LLM വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഡീപ്സീക്ക് വന്നപ്പോഴാണ് ഓപ്പൺ സോഴ്സ് ആയിട്ട് LLM മോഡൽസ് വരുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയത്. ഓൾറെഡി ഈ ലാമാറിന്റെ മെറ്റന്റെ ഓപ്പൺ സോഴ്സ് ആയിരുന്നു, പക്ഷെ അതിനെ പറ്റുന്ന അറിയില്ല. ഈ ഡീപ്സീക്ക് വന്നപ്പോൾ ഭയങ്കര ഹൈപ്പ് വന്നു. ഇവർ ഓപ്പൺ സോഴ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. ChatGPTന്റെ മേലെ വൽക്ക്, അതായത് മേലെ തന്നെ ഏകദേശം ChatGPTന്റെ ഒപ്പം തന്നെ പോകാൻ പറ്റുന്ന പെർഫോമൻസ് കാര്യങ്ങളുണ്ട്. റിസൾട്ടിന് അത്രയും അക്യുറസി കാര്യങ്ങളുണ്ട്. നെറ്റേക്കൊന്നും അത്ര അക്യുറസി ഇല്ല. പക്ഷെ നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. വലിയ രീതിയിലൊക്കെ കോഡിംഗ് ഒക്കെ ചെയ്യിപ്പിക്കുമ്പോഴാണ് അക്യുറസി കുറവൊക്കെ നമ്മൾ അറിയുള്ളൂ. അപ്പോൾ നമ്മുടെ LLM മോഡൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ആദ്യം വെച്ചു. കുറേ വീഡിയോ യൂട്യൂബിലെല്ലാം അവൈലബിൾ ആണ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ പഠിച്ചപ്പോൾ നമ്മൾ ബിടെക്കിൽ പഠിച്ച കുറേ കാര്യങ്ങൾ അതിൽ യൂസ് ചെയ്യുന്ന നമ്മൾ മനസ്സിലാക്കി. മെട്രിക്സ്, മാത്തമാറ്റിക്സ് കുറെ കാര്യം നമ്മളത് അന്ന് പഠിച്ച കാലത്ത് ഇതൊക്കെ ഭാവിയിൽ നമുക്ക് ആവശ്യമായ കുറെ സംഭവങ്ങൾ അത് വരെ ഇവിടെ യൂസ് ചെയ്യുന്നതാണ് വലിയ സംഭവം. നമ്മൾ എന്തുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് അത്രയും മാത്സ് പഠിക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ അന്ന് ചിന്തിച്ചിരുന്നത്. ആ കാര്യങ്ങളൊക്കെ ഇവിടെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. പക്ക മാത്തമാറ്റിക്സ് കാരണം ഇതിന്ന് കഴിഞ്ഞ പോലെ ജോലി നടണമെങ്കിലോ അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് കോഡിംഗ് ലാംഗ്വേജസ് അത് റിലേറ്റഡ് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നു. അതിന്ന് മാറിയിട്ട് ഇത്രയും കൂടുതൽ ഡാറ്റ പഠിക്കേണ്ട ആവശ്യം, അത് എങ്ങനെ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നൊക്കെ LLM മോഡൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അത് വെച്ച് നോക്കിയപ്പോൾ മനസ്സിലായി. അപ്പോൾ ഒരു LLM മോഡൽ ക്രിയേറ്റ് ചെയ്ത് സ്വന്തമായിട്ട് ട്യൂൺ ചെയ്തിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് GPUs വേണം. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മളെ പോലെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നവർക്ക് പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. അത്രയും GPUs റൺ ചെയ്തിട്ട് മിനിമൽ ആയിട്ടുള്ള ഒരു LLM ഞാൻ ഉണ്ടാക്കി നോക്കി. പക്ഷെ അതിൽ നമുക്ക് വലിയ രീതിയിലുള്ള ഡാറ്റ സെറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. GPU ഇല്ലാത്ത പ്രശ്നം. GPU അത്രയും എമൗണ്ട് ഓഫ് GPU റൺ ചെയ്താൽ അതേപോലെ LLMs ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് ഈ ഓപ്പൺ സോഴ്സ് ആയിട്ട് കിട്ടുന്ന ഈ പ്ലാറ്റ്ഫോമിലുള്ള ഈ ലാമ 3.2, ലാമ 3.3, DeepSeek R1, DeepSeek R1, D3 എന്നുള്ള മോഡൽസ് ഒക്കെ അവൈലബിൾ ആണ്. 7 ബില്യൺ പാരാമീറ്റേഴ്സ് ഉള്ളതാണ്. ഈ ലാമ 3.2 പറഞ്ഞാൽ 3 ബില്യൺ പാരാമീറ്റേഴ്സ് വരുന്ന മോഡലാണ്. അപ്പൊ അതിനെ എടുത്തിട്ട് നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്തു. നമുക്ക് ആവശ്യമുള്ള സെറ്റ് ഓഫ് ഡാറ്റ അതിൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു റിസൾട്ട് കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ നല്ല അക്യുറസി ഉള്ള നല്ല പെർഫോമൻസ് ഉള്ള നമുക്കായിട്ടുള്ള ഒരു LLM ക്രിയേറ്റ് ചെയ്ത പോലത്തെ റിസൾട്ട് നമ്മൾ എന്താ വിചാരിക്കുന്നോ അതേപോലത്തെ റിസൾട്ട്. ഏത് ഇൻഡസ്ട്രിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ടെക്കാണ് ഫോക്കസ് ചെയ്തതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഡാറ്റ മാത്രം ട്രെയിൻ ചെയ്ത് അപ്പൊ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് മാത്രമേ വരുള്ളൂ. ആ രീതിയിലാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ അതിൽ പിന്നെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നോക്കി. ആദ്യം ഫൈൻ ട്യൂൺ ആണ് ഇതിന് ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. LLM സാധാരണ രീതിയിൽ റൺ ചെയ്യിച്ചാൽ ഓരോ പാരാമീറ്റേഴ്സ് ഉള്ള ഡാറ്റ മാത്രമല്ല. അപ്പോൾ ഫൈൻ ട്യൂൺ ചെയ്യുമ്പോൾ പറയുമ്പോൾ നമ്മൾ കയ്യിലുള്ള സെറ്റ് ഓഫ് ഡാറ്റ ഏത് ഇൻഡസ്ട്രിയിലുള്ള ഡാറ്റയാണ് നമ്മളെ റിലേറ്റ് ചെയ്തിട്ടാണോ ആ കാര്യങ്ങളൊക്കെ ഫുൾ ഇതിന് പഠിപ്പിച്ച് അത്രയും അക്യുറസിയിൽ നല്ല പെർഫോമൻസ് ചെയ്തിട്ട് ഡാറ്റ കിട്ടും. അപ്പോൾ പ്ലസ് അതിന് പുറമെ എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ചാറ്റിംഗിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഫീച്ചേഴ്സ് അല്ല റീസണിങ് മോഡലാണ്. അപ്പോൾ റീസണിങ് മോഡൽ എങ്ങനെ അതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പിന്നെ നോക്കിയത്. അപ്പോൾ റീസണിങ് മോഡൽ ഇംപ്ലിമെന്റ് വർക്ക് ചെയ്യണമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ ഡാറ്റ സെയിം സെറ്റ് ഓഫ് ഡാറ്റയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളത്. പക്ഷെ അത് റീസൺ ചെയ്ത് വരികയാണ്. എങ്ങനെ ചെയ്തു ഡീപ്പായിട്ടുള്ള തിങ്ക് ചെയ്യാനും വേണ്ടിയിട്ട് അതിൻ്റെ സെറ്റ് ഓഫ് കമന്റ്സ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ ഡാറ്റ അതായത് ഈ ക്വസ്റ്റ്യനും അതിൻ്റെ ഒപ്പം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പാസ് ചെയ്യുക. അപ്പോൾ റീസൺ ചെയ്തിട്ടുള്ള ഡാറ്റ ഈ സെറ്റ് ഓഫ് LLM വെച്ചിട്ട് തന്നെ നമ്മൾ ബിൽഡ് ചെയ്തെടുത്തു. അപ്പോൾ റീസണിങ് മോഡൽ അങ്ങനെ. പിന്നെ RAG അതായത് നമ്മൾ വെബിൽ വരുന്ന അതായത് ഇപ്പോൾ LLM മോഡൽസിലാണ് സെറ്റ് ചെയ്ത ഡാറ്റ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ കറന്റ് നടക്കണ ഇപ്പോഴത്തെ വെതർ എന്താ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനറിയില്ല. അപ്പൊ ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് റാഗ് പറഞ്ഞൊരു ഫീച്ചർ നമ്മൾ യൂസ് ചെയ്തു. അതായത് ഡാറ്റോക്കോന്റെ സെർച്ച് എഞ്ചിൻ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ നിലവിൽ എന്താണ് നടക്കുന്ന ആ കാര്യങ്ങൾ ഇത് ഫെച്ച് ചെയ്യും. എന്നിട്ട് ഇതും ഈ LLM മോഡൽസിന്റെ ഡാറ്റ കൂടി മിക്സ് ചെയ്തിട്ട് നല്ലൊരു ഒപ്റ്റിമൈസ് ചെയ്ത് നല്ലൊരു റിസൾട്ട് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യും. നമ്മളൊരു സെർച്ച് ചെയ്ത് നമ്മൾ ഗൂഗിളിൽ വരുമ്പോൾ പല റിസൾട്ട് വരും. അതിന് നല്ല ഒപ്റ്റിമൈസ് ചെയ്തൊരു ഡാറ്റ എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പോൾ PDF എന്നുള്ള ഡാറ്റ എടുത്തിട്ട് സമ്മറൈസ് ചെയ്ത് തരിക. അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അത് കാര്യങ്ങൾ നമ്മൾ ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തു. അതിന് യൂസ് ചെയ്ത വെച്ചാൽ OCR പോലുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് ആദ്യം ആ PDF പഠിക്കുന്നതായിട്ടുള്ള ഡാറ്റ ഫുള്ളായിട്ട് ഈ LLMക്ക് വിടും. LLMൽ അത് മനസ്സിലാക്കി ഒരു ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള റിസൾട്ട് തരുവാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ അതിനെ ഏജന്റ് ആക്കി മാറ്റാം. ഇവ എന്ന് പറയുമ്പോൾ ഈ നമ്മളിപ്പോ ചെയ്യണ അത് LLM മോഡൽ ആണ്. അപ്പൊ അതിനൊരു ഏജന്റിക് അതായത് ഒരു പർപ്പസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഇമെയിൽ ചെയ്യാൻ വേണ്ടിട്ട് സെറ്റിനാണ് ഏജന്റ് എന്ന് പറയാം. അപ്പൊ ഏജന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് സെറ്റ് ഓഫ് ടാസ്ക് നമ്മൾ സെറ്റ് ചെയ്തു. ഇപ്പൊ ഒരു ഇമെയിൽ അയക്കണം. അപ്പൊ ഇതാണ് കണ്ടന്റ്. അപ്പൊ ഓട്ടോമാറ്റിക്കായി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. ഈ ആൾക്കാണ് അയക്കണം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ബാക്ക്ഗ്രൗണ്ടിൽ അയച്ചിട്ടുണ്ടാവും. അതാണ് ഏജന്റ് പല മോഡൽ. ഇത് ഞാൻ പറഞ്ഞൊരു സിമ്പിൾ ടാസ്ക് ആണ്. അതേപോലെ പല ടാസ്ക് കുറെ കോംപ്ലിക്കേറ്റഡ് ആയ പല ടാസ്കും ചെയ്യുന്ന രീതിയിൽ
ചെയ്യിപ്പിച്ചു. പിന്നാണ് ഏജന്റിക് എ എന്ന് പറയുന്നത്. ഏജന്റിക് എ എന്ന് പറയുമ്പോൾ അതായത് സ്വന്തമായിട്ട് തീരുമാനം എടുത്തിട്ട് ചെയ്യാൻ പറ്റണം. അതായത് ഒരു ഇന്റലിജൻസ് പവർ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോ 3-4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ബെറ്റർ ഏതാണ് അതിനെ ചൂസ് ചെയ്തിട്ട് തീരുമാനിച്ചിട്ട് ചെയ്യണ ഒരു പ്രോസസ്സാണ് ഏജന്റിക് എ. അതുവരെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇപ്പൊ ഏജന്റിക് എ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. പ്ലസ് നമ്മളിപ്പോൾ ചെയ്ത എല്ലാ കാര്യത്തിനും ഒരു API ഫോം ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് വേറെ ഏത് കമ്പ്യൂട്ടർക്കും ഇതിന് API കോൾ ചെയ്തിട്ട് ഇതിന്റെ ഡാറ്റ ഫെച്ച് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുവരെ നമ്മൾ എത്തിയിട്ടുള്ളത്. അതാണ് ബേസിക് ആയിട്ടുള്ള ഇതിനൊരു കോൺസെപ്റ്റ്. ഇതിനെ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ചെയ്യേണ്ട ഫിസിക്കൽ ആണ്. ഇതിനൊരു ഫിസിക്കൽ ആയിട്ടുള്ള ഡിവൈസിൽ കൺവേർട്ട് ചെയ്തിട്ട് എന്താണ് നമ്മുടെ പർപ്പസ് അത് ചെയ്യിപ്പിക്കുക. അതാണ് നെക്സ്റ്റ് ജനറേഷനിൽ വരേണ്ടതായി. ഇപ്പൊ ഇതുവരെ അങ്ങനത്തെ AIs വരുന്നുള്ളൂ. അപ്പൊ ആ സംബന്ധിച്ച് പോകണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ പ്ലസ് നമ്മൾ എന്താണ് ഇനി ഇതിൽ ഇൻഡസ്ട്രിയിൽ മാറ്റം വരുന്നത് ആ രീതിക്ക് ഇതിനെ ഫുള്ള് കൺവേർട്ട് ചെയ്തിട്ട് ഏറ്റവും ഒപ്റ്റിമൈസ് ആയിട്ടുള്ള ബെറ്റർ റിസൾട്ട് കൊണ്ടുവരിക അതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് എത്ര കാലം കൊണ്ട് മാർക്കറ്റിൽ ഇറങ്ങും? അത് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഒരു 3 ആഴ്ച മുന്നെയാണ് നമ്മൾ ഈ ഇൻഡസ്ട്രി തന്നെ നോക്കി വരുന്നത്. ആ 3 ആഴ്ചന്റെ ഉള്ളിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് ഇതുപോലെ LLM നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിനെങ്ങനെ ചെയ്യാൻ നമുക്ക് 3 ആഴ്ച സമയം വേണ്ടുള്ളൂ. ഈ ബാക്കി കാര്യങ്ങൾ പഠിച്ച് നമ്മൾ എത്ര തവണ അതിൽ ഷെയർ ആയിട്ട് ചെയ്യണം വിത്തിൻ മന്ത്സിലാണ് നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് ഇറക്കാം. അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതെങ്ങനെ മാർക്കറ്റിലേക്ക് എത്തിക്കാം, ഇതിനൊരു സ്റ്റാർട്ടപ്പ് ആക്കി എങ്ങനെ കൊണ്ടുവരാൻ കഴിയുമെന്നൊക്കെ നമുക്ക് കഴിയും. ഇപ്പൊ നമ്മള് ചെയ്യാത്തൊരു കാര്യം സ്പെസിഫിക് ആയിട്ട് ഏത് മാർക്കറ്റിലേക്ക് ഇറക്കണം നമുക്കറിയില്ല. നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അതായത് ഒരു നീഡ് കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മളിപ്പോ ലാസ്റ്റ് നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞു വെച്ചാൽ എന്താ വെച്ചാല് ഒരു എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ അങ്ങനെ ഇപ്പൊ എക്സാംസ് നടക്കുന്ന സമയമാണല്ലോ. അപ്പൊ ഈ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ ഈ LLM-നെ കൺവേർട്ട് ചെയ്ത് ഒരു AI ആക്കി മാറ്റാന്നോ നമ്മളെ ഈ സ്റ്റേറ്റ് സിലബസിൽ വരുന്ന ആൾക്കാർക്ക് ഒരു സോഷ്യൽ വർക്ക് എന്നുള്ള നമ്മളെന്തായാലും ബിൽഡ് ചെയ്യണം. സോഷ്യൽ ഇമ്പാക്ട് ആവുന്ന ഒരു രീതിയിൽ അവർക്ക് ഫ്രീ ആയിട്ട് ഒരു ട്യൂഷൻ പോലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആ രീതിയിലാണ് നമ്മൾ നോക്കാൻ. അതിനിപ്പോ എങ്ങനെയൊക്കെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ എങ്ങനെ അവർക്ക് എത്തിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. പിന്നെ അതിനെ ലേൺ ചെയ്യിപ്പിക്കുന്നത് വലിയൊരു പ്രോസസ് ഉണ്ട്. അതായത് നല്ല സെറ്റ് ഓഫ് ഡാറ്റ കിട്ടണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോഴത്തെ സിലബസ് എന്താണ്, എന്തൊക്കെ ഒരു സ്റ്റുഡന്റ് പഠിക്കണം. ഒരു എക്സാം തലേന്നാണ് ഒരു സ്റ്റുഡന്റ് ഇത് ലോഗ് ചെയ്ത് വരുന്നത് വെച്ചാൽ ആ സ്റ്റുഡന്റിനോട് എങ്ങനെ പറയാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറും ഇങ്ങനത്തെ ടൂൾസ് ഒക്കെ ഡാറ്റ ഫുള്ള് നമുക്ക് ശരിക്കും ഗവൺമെന്റ് വെബ്സൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ ലിങ്ക് ചെയ്ത് ചെയ്തൂടെ? അതായത് ജസ്റ്റ് ലിങ്ക് വെച്ചാല് പഠിക്കാൻ ബുക്കൊക്കെ ശരിക്കും വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണല്ലോ. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതിനെ നമ്മൾ ഈ ഒരു മോഡൽ ട്രെയിൻ ചെയ്യുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഈ ഡാറ്റ നമുക്ക് ആവശ്യമുണ്ട്. ഈ പറഞ്ഞ സിലബസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻസർ അതേപോലെ നോട്ട്ബുക്ക് ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളൊക്കെ നോക്കണം. നമ്മൾ ഈ ഒരു മോഡൽ ട്രെയിൻ ചെയ്യുന്ന ആ ഒരു സ്റ്റേജിൽ മാത്രം നമുക്ക് അതൊക്കെ ആവശ്യമുള്ളൂ. അതായത് പഠിപ്പിക്കൽ എന്ന് പറഞ്ഞാല് അതൊരു സെറ്റ് ഓഫ് ടാസ്ക് ആണ്. അതായത് ഓരോരോ ഇയർ എടുത്തിട്ട് അവരെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കേണ്ടി വരും. ടെക്സ്റ്റ് ബുക്ക് എന്തൊക്കെ നോട്ട്സ് ആണ് കൊടുക്കല് അങ്ങനത്തെ കാര്യങ്ങള്. പിന്നെ പ്രീവിയസ് പണ്ടൊക്കെ റാങ്ക് ബുക്ക് പോലത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ല. അതേപോലെ പ്രീവിയസ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കാം. കാരണം എല്ലാ സ്റ്റുഡൻസും പഠിക്കാൻ വരികയാണെന്നാല് എക്സാം ഓറിയന്റഡ് ആയിട്ടായിരിക്കും പഠിക്കാം. അല്ലാതെ അവര് ഇപ്പൊ ഇത് മനസ്സിലാക്കി ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ള രീതിയിൽ അധികം അറിയുന്നില്ല. അധികം വരുന്ന എക്സാം ഓറിയന്റഡ് പഠിക്കാം. എക്സാമിന്റെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് തുടങ്ങണം എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ഒരു മാസം മുമ്പ് തുടങ്ങണം. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും, ഒരു മാസം ഉണ്ടാവില്ല. പിന്നെ 2 ആഴ്ച ഒരാഴ്ച മുമ്പ് തുടങ്ങാം. ലാസ്റ്റ് 2 ദിവസം 3 ദിവസം മുമ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. അന്ന് നമ്മൾ നോക്കുക ഏറ്റവും എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസറിൽ കോമൺ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് അതേ നമ്മൾ ലാസ്റ്റ് നോക്കാം. നമ്മള് കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ തിരിച്ച് നോക്കിയിട്ട് അതിന്റെ ഏതൊക്കെ കൂടുതൽ ചോദിച്ചത് അധികം റൗണ്ട് ഇട്ട് ആ ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കുന്ന രീതി. അപ്പൊ അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ അത് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഭയങ്കര ഈസി ആയിട്ട് അത് ആക്സസ് ചെയ്യാൻ പറ്റണം.
അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഇപ്പൊ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കാണിച്ചു അത് എങ്ങനെ ചെയ്തു എന്ന് സ്റ്റുഡന്റ് അതായത് ഒരു ടീച്ചറോട് പിന്നെയും ചോദിച്ചിട്ട് മനസ്സിലാവാത്ത പ്രശ്നമുണ്ടെങ്കിൽ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറഞ്ഞാൽ ഓരോ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പുകൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയും ഇന്ന കാര്യങ്ങളാണ് ഇത് ചെയ്തത് ഇതുകൊണ്ടാണ് ഇത് ചെയ്തത് അതായത് ആ ഒരു പ്രോപ്പർ വേല് നമുക്ക് എക്സാം പേപ്പറിൽ അത് ആൻസർ ചെയ്യാനും കുട്ടിക്ക് അത് അടിപൊളിയായിട്ട് ലേൺ ചെയ്യാനും പറ്റും ആ ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ മാതൃ അപ്പൊ ഇപ്പൊ മലയാളം ഇപ്പൊ ഇംഗ്ലീഷിലാണ് പ്രോസസ് ചെയ്യുന്ന ഡാറ്റ ഒക്കെ ചെയ്യണമെങ്കിലും നമ്മള് കണ്ടന്റ് എൻഡിൽ നമുക്ക് മലയാളത്തിൽ കാണിച്ചാലും മതി നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ കുട്ടിക്ക് ടീച്ചറോട് ഇടയ്ക്ക് ചോദിച്ചാണ്ട് പിന്നെയും ചോദിക്കുമ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ടാവും ഇത് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല അതായത് ജസ്റ്റ് ആൻസർക്ക് എവിടുന്ന് കിട്ടാന്നല്ല എങ്ങനെ ചെയ്ത് എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി പറയണം ഇനിയിപ്പോ ഇതിന്റെ തന്നെ ഒരു വലിയ പോർഷൻ എന്നുള്ള രീതിക്ക് നമുക്കൊരു നമ്മൾ ഓൾറെഡി ഇതിന് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വോയിസ് അസിസ്റ്റൻസ് ചെയ്യുന്ന രീതിയിൽ അപ്പൊ അങ്ങനെ വെച്ചിട്ട് ഒരു ഡിവൈസ് ആക്കി മാറ്റി ചെയ്യാം അല്ലെങ്കിൽ ഇപ്പൊ കിട്ടുന്ന ഈ LLM തന്നെ നമുക്കൊരു വോയിസ് മോഡൽ ഇതിൽ എനേബിൾ ചെയ്താൽ മതി സംസാരിച്ച് പഠിക്കാം ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജ് സംസാരിച്ച് സ്പീക്കിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം ഒരു കുട്ടിക്ക് ഇപ്പോൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ മലയാളം സംസാരിച്ചാൽ മലയാളത്തിൽ തന്നെ ആൻസേഴ്സ് കിട്ടും ഇപ്പോ ലാംഗ്വേജ് പരമായ ഇപ്പൊ മലയാളം അസിസ്റ്റൻസ് കൊടുക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം അതിന്റെ വർക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കുറെ ഫീച്ചേഴ്സ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മളിപ്പോ പറഞ്ഞ ഏകദേശം ഫീച്ചേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്ത് അത് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ആവശ്യമില്ല അപ്പൊ ആദ്യത്തെ ഒരു LLM മോഡലിൽ മാത്രമായിട്ട് ചാറ്റിംഗ് ഫീച്ചറിൽ മാത്രം നമ്മൾ അതായത് ഇപ്പോ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇതിന്റെ യൂസ് ചെയ്യുന്ന ലാമ 3.2 ആണ് ഈ ലാമ 3.2 ഫൈൻ ട്യൂൺ ചെയ്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഫൈൻ ട്യൂൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോവാം ഇപ്പൊ LKG അങ്ങനെ ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സസ് മാത്രം എടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവരുടെ സെറ്റ് ഓഫ് ഡാറ്റാസ് ആദ്യം നമ്മൾ കളക്ട് ചെയ്യണം അതായത് ഡാറ്റ എന്ന് പറയുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് ഇപ്പോഴത്തെ കറന്റ് ബുക്ക് അതിന്റെ ഈ ബുക്സ് ഒക്കെ ഫയൽ ചെയ്തിട്ട് അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യും ഡാറ്റ സെറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം ഈ ഡാറ്റ സെറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈ നമ്മള് പ്രീ ട്രെയിൻഡ് ഡാറ്റയുടെ ഒപ്പം ഇംപ്ലിമെന്റ് ചെയ്യും എന്നിട്ട് അതിന് ബെറ്റർ റിസൾട്ട് കൊണ്ടുവരാം അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഈ ഡാറ്റാസ് കളക്ട് ചെയ്യണം ഈ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട് എങ്ങനെ ഫൈൻ ട്യൂൺ ചെയ്യണം ആ ഡാറ്റിനെ എങ്ങനെ പ്രോസസ് ചെയ്യണം ആ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഇനി ഡാറ്റ സെറ്റ്സ് ക്രിയേറ്റ് ചെയ്യാണ് നമുക്ക് നെക്സ്റ്റ് ഒരു വർക്ക് വരുന്നത് അപ്പൊ ഏതാണെങ്കിലും ഒരു ക്ലാസ് ചൂസ് ചെയ്യാം ഫസ്റ്റ് സിംഗിൾ ഒരു ക്ലാസ് ചൂസ് ചെയ്തിട്ട് ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്യാം പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ ഉള്ള ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു MVP മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റിൽ ഇറക്കാനൊക്കെ പറ്റും നമുക്ക് ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഇപ്പൊ നമ്മളിത് ലോക്കൽ സെർവറിലാണ് റൺ ചെയ്യുന്നത് ഇതിനെ ഹോസ്റ്റ് ചെയ്തിട്ട് വേണം അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവിടെ നമുക്ക് അത്യാവശ്യം ചെലവ് വരുന്നത് അതായത് സെറ്റ് ഓഫ് GPUs വേണം ഇത് ഇഷ്ടംപോലെ യൂസേഴ്സ് വരുമ്പോൾ ഈ നല്ല GPU വേണം കാരണം ഈ AI മോഡലിന് ഏറ്റവും വലിയ പ്രശ്നമാണ് ലാർജ് ഇൻഫ്രാസ്ട്രക്ചർ വേണം അതിന് GPUs മോഡൽസ് വേണം ഇപ്പോൾ ഗ്രോക്ക് 3 ഒക്കെ കണ്ടില്ല 10,000 കണക്കിന് GPUs വെച്ചിട്ടാണ് ഓരോ വർക്ക് ചെയ്യണത് അതേപോലെ എല്ലാവർക്കും ഉണ്ടാവും ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വേണമെങ്കിൽ നമുക്ക് AWSന്റെ EC3 ഒക്കെ ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെയൊക്കെ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ തന്നെ കുറച്ച് സെറ്റ് ഓഫ് സർവേഴ്സ് സെറ്റ് ചെയ്തിട്ട് ഒരു 10-15 യൂസേഴ്സിനെ മാത്രം കയറ്റിയിട്ട് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതായത് അവരുടെ റിസൾട്ട് മാത്രം നോക്കിയാൽ മതി അതേപോലെ നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം നമ്മളെ മനസ്സിലാക്കേണ്ടത് നമുക്ക് സ്വന്തമായിട്ട് ഒരു മോഡൽ ലേൺ ചെയ്യിക്കണം കസ്റ്റമായിട്ട് ലേൺ ചെയ്യിക്കണം അതിന്റെ പ്രോസസ്സ് എങ്ങനെ അങ്ങനെയൊക്കെ നോക്കി പിന്നെ അതിൽ കൂടുതൽ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് അതങ്ങനെ പോസിബിൾ ആണ് കാരണം കൂടുതൽ ടൈം കൺസ്യൂമിങ് നല്ല എനർജി കൺസ്യൂമർ ടൈം അത്യാവശ്യം എടുക്കും അതുപോലെ ഒരുപാട് GPU കാര്യങ്ങളൊക്കെ വേണം
അതിലാണ് നമ്മൾ ഈ ഫൈൻ ട്യൂണിങ് എത്തിയത്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രീ ട്രെയിനിങ് മോഡൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡാറ്റോടി വെച്ചിട്ട് അതിനെ ട്യൂൺ ചെയ്തെടുക്കുക. അങ്ങനെയാണ് നമ്മൾ പിന്നെ ഈ ഒരു ഫൈൻ ട്യൂണിങ് എത്തിയത്. ഇപ്പോൾ പറഞ്ഞ ലാമിന്റെ ഓൾറെഡി പ്രീ ട്രെയിൻഡ് ഡാറ്റ പക്ഷെ എത്ര ബില്യൺ ഡാറ്റ 3.2 ബില്യൺ ഡാറ്റ ഉണ്ട് അതിൽ. ഓൾറെഡി 3 ബില്യൺ ഡാറ്റ ഓൾറെഡി അത്രയും ഡാറ്റ വെച്ച് ലേൺ ചെയ്ത മോഡലാണ് ലാമിന്റെ മോഡൽ. അപ്പൊ നമ്മൾക്ക് ഈ പറഞ്ഞ ഈ ഒരു പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യും. ഇപ്പോൾ 10ാം ക്ലാസ്സിലെ കുട്ടികൾ സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ടെങ്കിൽ ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മീൻസ് ഓരോ ആ ഡാറ്റ നമുക്ക് എന്തൊക്കെയോ ആവശ്യമുള്ള പോലെ സിലബസ് ടെക്സ്റ്റ് ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ഈ ഒരു ലാമിന്റെ മോഡലിലേക്ക് എന്ത് ചെയ്യും ട്യൂൺ ചെയ്യും ബ്ലെൻഡ് രണ്ടുപാട് ബ്ലെൻഡ് ചെയ്തിട്ടേക്കാണ് നമ്മൾ ഈ പ്രോസസ്സിനാണ് ഫൈൻ ട്യൂണിങ് എന്ന് പറഞ്ഞത്. നമ്മൾ ആദ്യം ഫ്രം സ്ക്രാച്ച് സ്വന്തമായിട്ടൊരു ഉണ്ടാക്കിയെന്നാണ് ആദ്യം കരുതിയത്. പക്ഷെ അതല്ല ഏറ്റവും ബെറ്റർ വെച്ചാൽ ഫൈൻ ട്യൂണിങ് ആണ്. നമ്മള് ശരിക്കും സ്വന്തമായിട്ടുള്ള ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തു, പക്ഷെ നമ്മള് സെറ്റ് ഓഫ് ഡാറ്റ മാത്രം കൊടുത്ത് അപ്പൊ അതിന് റിസൾട്ട് ഭയങ്കര കുറവായിരുന്നു. അതായത് ഇന്നത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഇന്നത് വരും, ആ രീതിയിലൊക്കെ സെറ്റ് ആണ്. അത് മാത്രമേ വരുള്ളൂ. ഓട്ടോമാറ്റിക് അത് പിന്നെ ഓട്ടോ ട്രെയിൻ ഒക്കെ ചെയ്യാം, പക്ഷെ അതിനും കുറെ ഡാറ്റ എന്നാലും നമ്മള് പ്രീ ടൈം ചെയ്യുമ്പോ തന്നെ വേണം. അത്രയും ഡാറ്റ ട്രെയിൻ ചെയ്യിക്കാന്ന് പറഞ്ഞാൽ നമ്മള് 3 ബില്യൺ ഡാറ്റ ട്രെയിൻ ചെയ്യുക അത്രയല്ലേ ടൈം കൺസ്യൂമിങ്. അത് മറ്റേ മോഡലൊക്കെ മറ്റൊരു അതായത് ഇതിപ്പോ ശരിക്കും 3 ബില്യൺ ഡാറ്റ 3.2 ബില്യൺ ഡാറ്റ നമ്മുടെ അടുത്തുണ്ട്. അതായത് ഫേസ്ബുക്കിന്റെ കമ്പനിയായ മെറ്റ ചെയ്ത മെറ്റയുടെ ലാമ 3.2 പറഞ്ഞൊരു മോഡലുണ്ട്. 3.2 ബില്യൺ ഡാറ്റയുള്ള മോഡലാണ്. ആ മോഡൽ നമ്മൾ ഓപ്പൺ സോഴ്സ് ആണ്. അത്രയും ഒരു ട്രെയിൻ ചെയ്യിപ്പിച്ച ഡാറ്റ ഉണ്ട്. അതിന്റെ ഒപ്പം നമ്മളുള്ള ഈ എക്സ്റ്റേണൽ ആയി നമ്മൾ കൊടുക്കുന്ന ഡാറ്റകൾ മിക്സ് ചെയ്തിട്ടാണ് ഈ നമ്മൾ പുതിയ മോഡൽ ഉണ്ടാക്കുന്നത്. ആ മോഡലിനാണ് നമ്മൾ ഇങ്ങനെ ഔട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നത്. ഈ മോഡലിലൊക്കെ പ്രത്യേകത വെച്ചാൽ നമ്മൾ എത്രത്തോളം ഡാറ്റ ട്രെയിൻ ചെയ്യുന്നു അത്രത്തോളം അതിന്റെ ആക്യുറസി കൂടും. എന്താണ് ഇപ്പൊ നമ്മളിപ്പോ ചെയ്യുന്ന ഒരു കാര്യം ഇപ്പോ 10ാം ക്ലാസ് സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് മാത്രം വെച്ചിട്ട് നമ്മളൊരു മോഡൽ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ മാതിരി അതിന് പുറമെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാല് ഇതിനൊന്നും ഉത്തരം പറ്റാത്തൊരവസ്ഥ, റിസൾട്ട് ഔട്ട് കിട്ടാത്തൊരവസ്ഥ വരും. മറിച്ച് നമ്മൾ ഇതിനെ കൂട്ടി ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇതുപാടെ രണ്ടുപാടെ കുറച്ചുകൂടി ആക്യുറേറ്റ് ഡാറ്റ തരാൻ പറ്റും. അതായത് ഇപ്പൊ എന്താണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഇപ്പൊ കറന്റ് ഇപ്പൊ നമ്മൾ ചോദിക്കാണ് അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഞാന് ഇപ്പൊ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട്, ഈ കമ്പനിയുടെ ഡാറ്റ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ കമ്പനി ഏതാന്ന് ചോദിക്കും. അപ്പൊ ജസ്റ്റ് ഈ കമ്പനി ഏതാന്നുള്ള ഡാറ്റ ചോദിച്ചാല് ഇങ്ങനെ സ്ഥലത്തുള്ള കമ്പനിയാണ്, അത് മാത്രമാണ് അയക്കും അതിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ സെറ്റ് ഓഫ് ഇന്നലെ വർക്ക് ചെയ്യും. അപ്പൊ ഈ ഡാറ്റയും നമ്മളെ ഈ ലാമയിലുള്ള 3.2 ബില്യൺ ഡാറ്റ കൂടി മിക്സ് ചെയ്യും. എന്നിട്ട് നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ചെയ്തിട്ട് അപ്പൊ ഒരു IT കമ്പനി ആണെങ്കിൽ IT കമ്പനി എന്തൊക്കെ ചെയ്യും അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് റിസൾട്ട് തരും. അങ്ങനെയാണ് ഈ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് വർക്ക് ചെയ്യണത്. പിന്നെ നമുക്ക് കുറെ വെബ്സൈറ്റ്സിലൊക്കെ അവൈലബിൾ ഈ റാങ്ക് ഉപയോഗിച്ചിട്ട് വെബ്സൈറ്റിലുള്ള അവൈലബിൾ ആയ ഡാറ്റയും ഇതുകൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് കൊണ്ടുവരാം. നമ്മളിപ്പോ ഫസ്റ്റ്ലി വിചാരിക്കണ ഒരു ഫൈൻ ട്യൂൺ മോഡൽ നല്ല രീതിയിലൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ അതിന്റെ ഒപ്പം ജസ്റ്റ് ഇതൊന്ന് ഒരു ട്രാക്ഷൻ നോക്കാൻ വേണ്ടിട്ട് കുറച്ച് യൂസേഴ്സിനെ കൊണ്ടുവരാം. അപ്പൊ ഓല് ഫേസ് ചെയ്യുന്ന എന്തൊക്കെ ഇഷ്യൂസ് കണ്ടെത്തിയിട്ട് അത് സോൾവ് ചെയ്ത് നല്ലൊരു മോഡലാക്കി മാറ്റാം. എന്നിട്ട് അത് ഇതേപോലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇത് ഔട്ട് ചെയ്യാം. ആ ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അല്ല അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്, ശരിക്കും നമ്മളെങ്ങനെയാണ് ശരിക്കും AI എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത്? അല്ല എന്തുകൊണ്ട് AI ബിൽഡ് ചെയ്യുന്ന രീതിക്ക് വന്നു എന്നല്ലേ ശരിക്കും പറഞ്ഞില്ലേ. അതായത് നമ്മള് ഓൾറെഡി ചെയ്യണത് ഫ്ലട്ടർ ഡെവലപ്മെന്റ്, മാർച്ച് സ്റ്റാർക്ക്, അതിലാണ് ഞാൻ കുറെ കാലമായിട്ട് അതിന്റെ സ്കിൽസും അതിന്റെ ആഫ്റ്റർ ആയിട്ട് ചെയ്യേണ്ട സർവീസ് മെയിൻ്റെനൻസ് ആ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിനായിട്ട് ഞാൻ പറഞ്ഞു, അതായത് AI വരുന്നുണ്ട്, ChatGPT ഇറങ്ങുന്നുണ്ട്, DeepSeek വന്നു. DeepSeek ChatGPT അതിന്റെ മുന്നേ മറ്റേ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെന്ത് ചെയ്യും അതുവരെ ചെയ്തെന്ന് വെച്ചാൽ അത് ലൈഫിന്റെ ഒരു പാർട്ടാക്കും. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതുകൊണ്ട് ജനറേറ്റ് ചെയ്യാം. അത് കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. പെട്ടെന്നാണ് അതായത് നമ്മൾ ചെയ്യുന്ന
ഫീൽഡ് ഇത് ഔട്ടാക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാം ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാലാവും. പക്ഷെ നമ്മൾ വിചാരിച്ചു കുറെ ടൈം ഉണ്ട്, നമുക്ക് കുറെ കാലമുണ്ട് ഇതൊക്കെ റീപ്ലേസ് ചെയ്ത് വരാൻ. അതിന്റെ ഇടയിലാണ് നമ്മൾ കുറെ റിലേറ്റഡ് ആയിട്ടുള്ള ഓൺലൈൻസ് കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാരൊക്കെ പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ഈ റോബോട്ട് വരും, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വരും. മനുഷ്യന്മാർ ചെയ്യണ എല്ലാ ലോഡ് ചെയ്ത് വരുന്ന, അതായത് മെന്റലി സ്ട്രെസ് എടുക്കുന്ന കാര്യങ്ങൾ വരെ റീപ്ലേസ് ആയി പോകും. അങ്ങനെ രീതിയിൽ മാത്രമാണ് ഫ്യൂച്ചറായിട്ടാണ് എല്ലാവരും പറഞ്ഞത്. പെട്ടെന്നാണ് ഞാൻ ഒരു ബോൾട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ സർവീസസും 2-3 പ്രോംപ്റ്റ് കൊടുത്താൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ bolt.new.ai അതാണ് അതിന്റെ പേര്. ഇപ്പൊ ഏകദേശം അധികം ഫീച്ചേഴ്സും അതിൽ ഫ്രീ ആണ്. ഇത്ര 1 ലക്ഷം ടോക്കൺ ഡെയിലി ഒരു ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് വെച്ചിട്ട് തന്നെ നമുക്കിപ്പോൾ എൻ്റെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ വിത്തിൻ മന്ത്സിൽ ചെയ്യുന്ന കാര്യങ്ങൾ വിത്തിൻ മിനിറ്റ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതും നമ്മൾ ഉപയോഗിക്കുന്ന റിയാക്ട് തന്നെ ചെയ്ത് തരും. അതും അതിന്റെ ഫയൽസ് കാര്യങ്ങൾ ചെയ്യും. അത് നമ്മളിങ്ങനെ ഡിപ്ലോയ്മെന്റ് അടക്കം ചെയ്തിട്ട്, അതായത് വിത്തിൻ മിനിറ്റ്സിൽ ഡിപ്ലോയ്മെന്റ് അടക്കം ചെയ്തിട്ട് അതിന് ലിങ്ക് തരും. നമുക്ക് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഡിപ്ലോയ്മെന്റ് അധികം അവർ ഫ്രീ ആയിട്ട് തന്നെ ഡിപ്ലോയ് ചെയ്ത് തരും. നമ്മൾ ഒരു കസ്റ്റമർ ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിൽ ബാക്ക് എൻഡ് കണക്ട് ചെയ്യാനും വലിയ രീതിയിലുള്ള പ്രോസസ് ചെയ്യാനൊക്കെ പറ്റും. അതിന് ചെറിയ രീതിയിലുള്ള കോസ്റ്റ് കാര്യങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലായി ഇത് നമ്മളെ ജോബിനെ റീപ്ലേസ് ചെയ്യുന്ന ലെവലിൽ കഴിഞ്ഞ് പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും റീപ്ലേസ് ആയിട്ടില്ല. എന്തുകൊണ്ട് വെച്ചാൽ ആൾക്കാർ അപ്ഡേറ്റ് ആയിട്ട് വരേണ്ട സമയമുള്ളൂ. പക്ഷെ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ആൾക്കാരെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അപ്ഡേറ്റ് ആവും. നമ്മൾ വിചാരിക്കുമ്പോൾ അപ്ഡേറ്റ് ആയി വരാൻ അത്ര സമയം, 3G-ന്ന് 4G-ക്ക് വരാൻ കുറേ സമയം എടുത്തു. 2G-ന്ന് 3G-ക്ക് വരാൻ കുറേ സമയം, 3G-ന്ന് 4G-ക്ക് വരാൻ കുറച്ചുകൂടി സമയം എടുത്തുള്ളൂ. പക്ഷെ 4G-ന്ന് 5G-ക്ക് വരാൻ വിത്തിൻ മന്ത്സ് എല്ലാവരും പെട്ടെന്ന് എത്തി. ഇപ്പോൾ 5G ഡിവൈസ് അല്ലാത്തത് ഭയങ്കര കുറവായി. വിത്തിൻ മന്ത്സ് കൊണ്ട് ആൾക്കാർ അതൊക്കെ എത്തണമെങ്കിൽ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ജനറേഷൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കാര്യത്തിലൊക്കെ ഇത്രയും ആൾക്കാർ ഇത്രയും പോസ്റ്റ് ചെയ്തിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കണോ, മൊബൈൽ ആപ്പ് ഉണ്ടാക്കണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പൊ അത് കണ്ടപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കി ഇനിയിപ്പോ ഈ ഒരു സർവീസ് മേഖലയിൽ നിന്നിട്ട് കാര്യമില്ല. ഇനി നമ്മൾ എന്തെങ്കിലും ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. ഒരു സാസ് പ്രൊഡക്റ്റ് ആക്കി അതിന് മാറ്റിയിട്ട് വേണം ബിൽഡ് ചെയ്യാനെന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് പഠിക്കണം എന്നുള്ള രീതിയിൽ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് ഫ്രം സ്ക്രാച്ച് ഒന്നും അറിയില്ല. എന്താണ് എങ്ങനെയായാലും LLM വർക്ക് ചെയ്യണമെന്നോ അങ്ങനത്തെ കാര്യങ്ങളോ അറിയില്ല. അതായത് എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയുമ്പോൾ അതിന് മെയിൻ ആയിട്ട് വരുന്ന ഇപ്പോൾ വരുന്നത് പറഞ്ഞ പാർട്ടാണ് LLM, ലാർജ് ലാംഗ്വേജ് മോഡൽ. ബേസിക് മോഡലാണ് LLM മോഡൽസ് വരുന്നത്. LLM മോഡൽസിനെ ട്യൂൺ ചെയ്ത് പല രീതിയിൽ മാറ്റിയിട്ടാണ് പല തരത്തിലുള്ള വരുന്നത്. ഈ LLM മോഡൽസ് പറഞ്ഞാൽ ലാർജ് ലാംഗ്വേജ് ആയിട്ട് ട്രെയിൻ ചെയ്ത് കുറെ പാരാമീറ്റേഴ്സ് ഉള്ള ഒരു ഡാറ്റയാണ്. ആ ഡാറ്റയിൽ നിന്ന് ചൂസ് ചെയ്യണം. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ കൊടുക്കുന്ന കമന്റ് അനുസരിച്ച് മനസ്സിലാക്കി ഓട്ടോമാറ്റഡ് റിസൾട്ട് ആണ്. ഈ LLM മോഡൽസിന്റെ വലിയൊരു എക്സാമ്പിൾ ആണ് ChatGPT, DeepSeek. ഇപ്പോൾ ഇംപ്രസീവായിട്ട് ഇംപ്രസീവായി കാണുന്ന എല്ലാ അത് ബേസ് ചെയ്തിട്ടാണ്. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് കേസ് വന്ന ഫീച്ചർ അല്ലെങ്കിൽ മോഡൽസ് ഒക്കെ പറയുന്നത് ഈ LLM-ൽ വരുന്നതാണ്. അപ്പോൾ നമ്മള് ഈ DeepSeek വന്നപ്പോഴാണ് ഓപ്പൺ സോഴ്സ് ആയിട്ട് LLM മോഡൽസ് വരുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയത്. ഓൾറെഡി ഈ ലാമാറിന്റെ മെറ്റന്റെ ഓപ്പൺ സോഴ്സ് ആയിരുന്നു, പക്ഷെ അതിനെ പറ്റിയൊന്നും അറിയില്ല. ഈ DeepSeek വന്നപ്പോൾ ഭയങ്കര ഹൈപ്പ് വന്നു. ഇവർ ഓപ്പൺ സോഴ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. ChatGPT-ന്റെ മേലെ വൽക്ക്, അതായത് മേലെ തന്നെ ഏകദേശം ChatGPT-ന്റെ ഒപ്പം തന്നെ പോകാൻ പറ്റുന്ന പെർഫോമൻസ് കാര്യങ്ങളുണ്ട്. റിസൾട്ടിന് അത്രയും അക്യുറസി കാര്യങ്ങളുണ്ട്. മെറ്റേക്കൊന്നും അത്ര അക്യുറസി ഇല്ല. പക്ഷെ നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. വലിയ രീതിയിലൊക്കെ കോഡിംഗ് ഒക്കെ ചെയ്യിപ്പിക്കുമ്പോഴാണ് അക്യുറസി കുറവൊക്കെ നമ്മൾ അറിയുള്ളൂ. അപ്പോൾ നമ്മുടെ LLM മോഡലിൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ആദ്യം പഠിച്ചു. കുറേ വീഡിയോ യൂട്യൂബിലെല്ലാം അവൈലബിൾ ആണ് എങ്ങനെ വർക്ക് ചെയ്യണം. അപ്പോൾ പഠിച്ചത് നമ്മൾ ബിടെക്കിൽ പഠിച്ച കുറേ കാര്യങ്ങൾ അതിൽ യൂസ് ചെയ്യുന്ന നമ്മൾ മനസ്സിലാക്കി. മെട്രിക്സ് കുറേ കാര്യം നമ്മളത് പഠിച്ച കാലത്ത് ഇതൊക്കെ ഭാവിയിൽ നമുക്ക് ആവശ്യമായ കുറേ സംഭവങ്ങൾ അത് വരെ ഇവിടെ യൂസ് ചെയ്യുന്നതാണ് വലിയ സംഭവം. നമ്മൾ എന്തുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് അത്രയും മാത്സ് പഠിക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ അന്ന് ചിന്തിച്ചിരുന്നത്. ആ കാര്യങ്ങളൊക്കെ ഇവിടെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. കാരണം ഇതിന്ന് കഴിഞ്ഞ പോലെ ജോലി നടണമെങ്കിലോ അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് കോഡിംഗ് ലാംഗ്വേജസ് അത് റിലേറ്റഡ് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി എന്ന് വിചാരിച്ചിരുന്നു. അതിന്ന് മാറിയിട്ട് ഇത്രയും കൂടുതൽ ഡാറ്റ പഠിക്കേണ്ട ആവശ്യം, അത് എങ്ങനെ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നൊക്കെ LLM മോഡൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്,
അത് വെച്ച് നോക്കിയപ്പോൾ മനസ്സിലായി. അപ്പോൾ ഒരു LLM മോഡൽ ക്രിയേറ്റ് ചെയ്ത് സ്വന്തമായിട്ട് റണ്ണ് ട്യൂൺ ചെയ്തിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് GPUs വേണം. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മളെ പോലെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നവർക്ക് പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. അത്രയും GPUs റൺ ചെയ്തിട്ട് മിനിമൽ ആയിട്ടുള്ള ഒരു LLM ഞാൻ ഉണ്ടാക്കി നോക്കി. പക്ഷെ അതിൽ നമുക്ക് വലിയ രീതിയിലുള്ള ഡാറ്റ സെറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. GPU ഇല്ലാത്ത പ്രശ്നം. GPU അത്രയും എമൗണ്ട് ഓഫ് GPU റൺ ചെയ്താൽ അതേപോലെ LLMs ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് ഈ ഓപ്പൺ സോഴ്സ് ആയിട്ട് കിട്ടുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഈ ലാമ 3.2, ലാമ 3.3, DeepSeek R1, DeepSeek R1 V3 എന്നുള്ള മോഡൽസ് ഒക്കെ അവൈലബിൾ ആണ്. 7 ബില്യൺ പാരാമീറ്റേഴ്സ് ഉള്ളതാണ്. ഈ ലാമ 3.2 പറഞ്ഞാൽ 3 ബില്യൺ പാരാമീറ്റേഴ്സ് വരുന്ന മോഡലാണ്. അപ്പൊ അതിനെ എടുത്തിട്ട് നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്തു. നമുക്ക് ആവശ്യമുള്ള സെറ്റ് ഓഫ് ഡാറ്റ അതിൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു റിസൾട്ട് കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ നല്ല അക്യുറസി ഉള്ള നല്ല പെർഫോമൻസ് ഉള്ള നമുക്കായിട്ടുള്ള ഒരു LLM ക്രിയേറ്റ് ചെയ്ത പോലത്തെ റിസൾട്ട് നമ്മൾ എന്താണ് വിചാരിക്കുന്നോ അതേപോലത്തെ റിസൾട്ട്. ഏത് ഇൻഡസ്ട്രിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ടെക്കാണ് ഫോക്കസ് ചെയ്തതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഡാറ്റ മാത്രം ക്രിയേറ്റ് ചെയ്ത് അപ്പൊ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് മാത്രമേ വരുള്ളൂ. ആ രീതിയിലാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ അതിൽ പിന്നെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നോക്കി ആദ്യം ഫൈൻ ട്യൂൺ ആണ് ഇതിന് ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. LLM സാധാരണ രീതിയിൽ റൺ ചെയ്യിച്ച ഓരോ പാരാമീറ്റേഴ്സ് ഉള്ള ഡാറ്റ മാത്രമല്ല. അപ്പോൾ ഫൈൻ ട്യൂൺ ചെയ്യുമ്പോൾ പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സെറ്റ് ഓഫ് ഡാറ്റ ഏത് ഇൻഡസ്ട്രിയിലുള്ള ഡാറ്റയാണ് നമ്മളെ റിലേറ്റ് ചെയ്ത് റണ്ണോ ആ കാര്യങ്ങളൊക്കെ ഫുൾ ഇതിന് പഠിപ്പിച്ച് അത്രയും അക്യുറസിയിൽ നല്ല പെർഫോമൻസ് ചെയ്തിട്ട് ഡാറ്റ കിട്ടും. അപ്പോൾ പ്ലസ് അതിന് പുറമെ എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ചാറ്റിംഗിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഫീച്ചേഴ്സ് അല്ല റീസണിങ് മോഡലാണ്. അപ്പോൾ റീസണിങ് മോഡൽ എങ്ങനെ അതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നാണ് പിന്നെ നോക്കിയത്. അപ്പോൾ റീസണിങ് മോഡൽ ഇംപ്ലിമെന്റ് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ ഡാറ്റ സെയിം സെറ്റ് ഓഫ് ഡാറ്റയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളത്. പക്ഷെ അത് റീസൺ ചെയ്ത് വരികയാണ്. എങ്ങനെ ചെയ്തു ഡീപ്പായിട്ടുള്ള തിങ്ക് ചെയ്യാനും വേണ്ടിയിട്ട് അതിൻ്റെ സെറ്റ് ഓഫ് കമന്റ്സ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ ഡാറ്റ അതായത് ഈ ക്വസ്റ്റ്യനും അതിൻ്റെ ഒപ്പം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പാസ് ചെയ്യുക. അപ്പോൾ റീസൺ ചെയ്തിട്ടുള്ള ഡാറ്റ ഈ സെറ്റ് ഓഫ് LLM വെച്ചിട്ട് തന്നെ നമ്മൾ ബിൽഡ് ചെയ്തെടുത്തു. അപ്പോൾ റീസണിങ് മോഡൽ അങ്ങനെ. പിന്നെ RAG അതായത് നമ്മൾ വെബിൽ വരുന്ന അതായത് ഇപ്പോൾ LLM മോഡൽസിലാണ് സെറ്റ് ചെയ്ത ഡാറ്റ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ കറന്റ് നടക്കണ ഇപ്പോഴത്തെ വെതർ എന്താ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനറിയില്ല. അപ്പൊ ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് റാഗ് പറഞ്ഞൊരു ഫീച്ചർ നമ്മൾ യൂസ് ചെയ്തു. അതായത് ഡാറ്റോക്കോന്റെ സെർച്ച് എഞ്ചിൻ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ നിലവിൽ എന്താണ് നടക്കുന്ന ആ കാര്യങ്ങൾ ഇത് ഫെച്ച് ചെയ്യും. എന്നിട്ട് ഇതും ഈ LLM മോഡൽസിന്റെ ഡാറ്റ കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ഒപ്റ്റിമൈസ് ചെയ്ത് നല്ലൊരു റിസൾട്ട് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യും. നമ്മളൊരു സെർച്ച് ചെയ്ത് നമ്മൾ ഗൂഗിളിൽ വരുമ്പോൾ പല റിസൾട്ട് വരും. അതിന് നല്ല ഒപ്റ്റിമൈസ് ചെയ്തൊരു ഡാറ്റ എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പോൾ PDF എന്നുള്ള ഡാറ്റ എടുത്തിട്ട് സമ്മറൈസ് ചെയ്ത് തരിക. അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അത് കാര്യങ്ങൾ നമ്മൾ ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തു. അതിനെ യൂസ് ചെയ്ത വെച്ചാൽ OCR പോലുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് ആദ്യം ആ PDF പഠിക്കുന്നതായിട്ടുള്ള ഡാറ്റ ഫുള്ളായിട്ട് LLMക്ക് വിടും. LLMൽ അത് മനസ്സിലാക്കി ഒരു ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള റിസൾട്ട് തരുവാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ അതിനെ ഏജന്റ് ആക്കി മാറ്റാം. ഇവ എന്ന് പറയുമ്പോൾ ഈ നമ്മളിപ്പോ ചെയ്യണ അത് LLM മോഡൽ ആണ്. അപ്പൊ അതിനൊരു ഏജന്റിക്ക് അതായത് ഒരു പർപ്പസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഇമെയിൽ ചെയ്യാൻ വേണ്ടിട്ട് സെറ്റിനാണ് ഏജന്റ് എന്ന് പറയാം. അപ്പൊ ഏജന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് സെറ്റ് ഓഫ് ടാസ്ക് നമ്മൾ സെറ്റ് ചെയ്തു. ഇപ്പൊ ഒരു ഇമെയിൽ അയക്കണം. അപ്പൊ ഇതാണ് കണ്ടന്റ്. അപ്പൊ ഓട്ടോമാറ്റിക്കായി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. ഈ ആൾക്കാണ് അയക്കണം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ബാക്ക്ഗ്രൗണ്ടിൽ അയച്ചിട്ടുണ്ടാവും. അതാണ് ഏജന്റ് പല മോഡൽ. ഇത് ഞാൻ പറഞ്ഞ സിമ്പിൾ ടാസ്ക് ആണ്. അതേപോലെ പല ടാസ്ക് കുറെ കോംപ്ലിക്കേറ്റഡ് ആയ പല ടാസ്കും ചെയ്യുന്ന രീതിയിൽ ചെയ്യിപ്പിച്ചു. പിന്നാണ് ഏജന്റിക് എന്ന് പറയുന്നത്. ഏജന്റിക് എന്ന് പറയുമ്പോൾ അതായത് സ്വന്തമായിട്ട് തീരുമാനം എടുത്തിട്ട് ചെയ്യാൻ പറ്റണം. അതായത് ഒരു ഇന്റലിജൻസ് പവർ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോ 3-4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ബെറ്റർ ഏതാണ് അതിനെ ചൂസ് ചെയ്തിട്ട് തീരുമാനിച്ചിട്ട് ചെയ്യണ ഒരു പ്രോസസ്സാണ് ഏജന്റിക് AI. അതുവരെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇപ്പൊ ഏജന്റിക് AI ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. പ്ലസ് നമ്മളിപ്പോൾ ചെയ്ത എല്ലാ കാര്യത്തിനും ഒരു API ഫോം ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് വേറെ ഏത് കമ്പ്യൂട്ടർക്കും ഇതിന് API കോൾ ചെയ്തിട്ട് ഇതിന്റെ ഡാറ്റ ഫെച്ച് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുവരെ നമ്മൾ എത്തിയിട്ടുള്ളത്. അതാണ് ബേസിക് ആയിട്ടുള്ള ഇതിനൊരു കോൺസെപ്റ്റ്. ഇതിനെ നമ്മൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ചെയ്യേണ്ട
ഫിസിക്കൽ എ ആണ്. ഇതിനൊരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഡിവൈസിൽ കൺവേർട്ട് ചെയ്തിട്ട് എന്താണ് നമ്മുടെ പർപ്പസ് അത് ചെയ്യിപ്പിക്കുക. അതാണ് നെക്സ്റ്റ് ജനറേഷനിൽ വരേണ്ട AI. ഇപ്പൊ ഇതുവരെ അങ്ങനത്തെ AIs വരുന്നുള്ളൂ. അപ്പൊ ആ സംബന്ധിച്ച് പോകണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ പ്ലസ് നമ്മൾ എന്താണ് ഇനി ഇതിൽ ഇൻഡസ്ട്രിയിൽ മാറ്റം വരുന്നത്, ആ രീതിക്ക് ഇതിനെ ഫുള്ള് കൺവേർട്ട് ചെയ്തിട്ട് ഏറ്റവും ഒപ്റ്റിമൈസ് ആയിട്ടുള്ള ബെറ്റർ റിസൾട്ട് കൊണ്ടുവരിക അതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് എത്ര കാലം കൊണ്ട് മാർക്കറ്റിൽ ഇറങ്ങും? അത് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഒരു മൂന്നാഴ്ച മുന്നെയാണ് നമ്മൾ ഈ ഇൻഡസ്ട്രി തന്നെ നോക്കി വരുന്നത്. ആ 3 ആഴ്ചന്റെ ഉള്ളിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് ഇതുപോലത്തെ LLM നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിനെങ്ങനെ ചെയ്യാൻ നമുക്ക് 3 ആഴ്ച സമയം വേണ്ടുള്ളൂ. ഈ ബാക്കി കാര്യങ്ങൾ പഠിച്ച് നമ്മൾ എത്ര തവണ അതിൽ ഉഷാറായിട്ട് ചെയ്യണം വിത്തിൻ മന്ത്സിലാണ് നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് ആക്കാം. അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് എങ്ങനെ മാർക്കറ്റിലേക്ക് എത്തിക്കാമെന്നും ഇതിനൊരു സ്റ്റാർട്ടപ്പ് ആക്കി എങ്ങനെ കൊണ്ടുവരാൻ കഴിയുമെന്നൊക്കെ നമുക്ക് ഇപ്പൊ നമ്മള് ചെയ്യാത്തൊരു കാര്യം സ്പെസിഫിക് ആയിട്ട് ഏത് മാർക്കറ്റിലേക്ക് ഇറക്കണം നമുക്കറിയില്ല. നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഒരു നീഡ് കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മളിപ്പോ ലാസ്റ്റ് നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞു വെച്ചാൽ എന്താ വെച്ചാല് ഒരു എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ അങ്ങനെ ഇപ്പൊ എക്സാംസ് നടക്കുന്ന സമയമാണല്ലോ. അപ്പൊ ഈ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ ഈ LLM-നെ കൺവേർട്ട് ചെയ്ത് ഒരു AI ആക്കി മാറ്റാമെന്നോ നമ്മളെ ഈ സ്റ്റേറ്റ് സിലബസിൽ വരുന്ന ആൾക്കാർക്ക് ഒരു സോഷ്യൽ വർക്ക് നമ്മളെന്തായാലും ബിൽഡ് ചെയ്യാം. സോഷ്യൽ ഇമ്പാക്ട് ആവുന്ന ഒരു രീതിയിൽ അവർക്ക് ഫ്രീ ആയിട്ട് ഒരു ട്യൂഷൻ പോലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആ രീതിയിലാണ് നമ്മൾ നോക്കാനായി. അതിനിപ്പോ എങ്ങനെയൊക്കെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ, എങ്ങനെ അവർക്ക് എത്തിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. പിന്നെ അതിനെ ലേൺ ചെയ്യിപ്പിക്കുന്നത് വലിയൊരു പ്രോസസ് ഉണ്ട്. അതായത് നല്ല സെറ്റ് ഓഫ് ഡാറ്റ കിട്ടണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പോഴത്തെ സിലബസ് എന്താണ്, എന്തൊക്കെ ഒരു സ്റ്റുഡന്റ് പഠിക്കണം. ഒരു എക്സാം തലേന്നാണ് ഒരു സ്റ്റുഡന്റ് ഇത് ലോഗ് ചെയ്ത് വരുന്നത് വെച്ചാൽ ആ സ്റ്റുഡന്റിനോട് ഇങ്ങനെ പറയാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറും ഇങ്ങനത്തെ ടൂൾസ് ഒക്കെ ഡാറ്റ ഫുള്ള് നമുക്ക് ശരിക്കും ഗവൺമെന്റ് വെബ്സൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ ലിങ്ക് ചെയ്ത് ചെയ്തൂടെ? വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണല്ലോ. ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതിനെ നമ്മൾ ഈ ഒരു മോഡൽ ട്രെയിൻ ചെയ്യുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഈ ഡാറ്റ നമുക്ക് ആവശ്യമുണ്ട്. ഈ പറഞ്ഞ സിലബസിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻസർ, അതേപോലെ നോട്ട്ബുക്ക്, ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളൊക്കെ നോക്കണം. നമ്മൾ ഈ ഒരു മോഡൽ ട്രെയിൻ ചെയ്യുന്ന ആ ഒരു സ്റ്റേജിൽ മാത്രം നമുക്ക് അതൊക്കെ ആവശ്യമുള്ളൂ. അതായത് പഠിപ്പിക്കൽ എന്ന് പറഞ്ഞാല് അതൊരു സെറ്റ് ഓഫ് ടാസ്ക് ആണ്. അതായത് ഓരോരോ ഇയർ എടുത്തിട്ട് അവരെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കേണ്ടി വരും. ടെക്സ്റ്റ് ബുക്ക്, എന്തൊക്കെ നോട്ട്സ് ആണ് കൊടുക്കല്, അങ്ങനത്തെ കാര്യങ്ങള്. പിന്നെ പ്രീവിയസ് പണ്ടൊക്കെ റാങ്ക് ബുക്ക് പോലത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ല. അതേപോലെ പ്രീവിയസ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കാം. കാരണം എല്ലാ സ്റ്റുഡൻസും പഠിക്കാൻ വരികയാണെങ്കിൽ എക്സാം ഓറിയന്റഡ് ആയിട്ടായിരിക്കും പഠിക്കാം. അല്ലാതെ അവര് ഇപ്പൊ ഇത് മനസ്സിലാക്കി ലൈഫ് എത്ര ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ള രീതിയിൽ അധികം വരുന്ന എക്സാം ഓറിയന്റഡ് പഠിക്കാം. എക്സാമിന്റെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് തുടങ്ങണം എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ഒരു മാസം മുമ്പ് തുടങ്ങണം. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും, ഒരു മാസം ഉണ്ടാവില്ല. പിന്നെ 2 ആഴ്ച ഒരാഴ്ച മുമ്പ് തുടങ്ങാം. ലാസ്റ്റ് 2 ദിവസം 3 ദിവസം മുമ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. അന്ന് നമ്മൾ നോക്കുക ഏറ്റവും എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസറിൽ കോമൺ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് അതേ കാരണം ലാസ്റ്റ് നോക്കാം. നമ്മള് കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ തിരിച്ച് നോക്കിയിട്ട് അതിന്റെ കൂടുതൽ ചോദിച്ചത് അധികം റൗണ്ട് ഇട്ട് ആ ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കുന്ന രീതി. അപ്പൊ അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ അത് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഭയങ്കര ഈസി ആയിട്ട് അത് ആക്സസ് ചെയ്യാൻ പറ്റണം. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഇപ്പൊ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കാണിച്ചു. അത് എങ്ങനെ ചെയ്തു സ്റ്റുഡന്റ്, അതായത് ഒരു ടീച്ചറോട് പിന്നെയും ചോദിച്ചിട്ട് മനസ്സിലാവാത്ത പ്രശ്നമുണ്ടെങ്കിൽ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറഞ്ഞാൽ ഓരോ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. ഇന്ന കാര്യങ്ങളാണ് ഇത് ചെയ്തത്, ഇതുകൊണ്ടാണ് ഇത് ചെയ്തത്. അതായത് ആ ഒരു പ്രോപ്പർ വേല് നമുക്ക് എക്സാം പേപ്പറിൽ അത് ആൻസർ ചെയ്യാനും കുട്ടിക്ക് അത് അടിപൊളിയായിട്ട് ലേൺ ചെയ്യാനും പറ്റും. ആ ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ മാതൃ അപ്പൊ ഇപ്പൊ മലയാളം ഇപ്പൊ ഇംഗ്ലീഷിലാണ് പ്രോസസ് ചെയ്യുന്ന ഡാറ്റ ഒക്കെ ചെയ്യണമെങ്കിലും നമ്മള് കണ്ടന്റ് എൻഡിൽ നമുക്ക് മലയാളത്തിൽ കാണിച്ചാലും മതി. ചിലപ്പോ അത് അറാസലും നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. കുട്ടിക്ക് ടീച്ചറോട് ഇടയ്ക്ക് ചോദിച്ചാൽ പിന്നെയും ചോദിക്കുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാവും. ഇത് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. ഉണ്ടാവില്ല. നമ്മൾ കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ വെച്ച് നോക്കിയിട്ട് അതിന്റെ കൂടുതൽ ചോദിച്ചത് അധികം റൗണ്ട് ഇട്ട് ആ ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കുന്ന രീതി. അപ്പൊ അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ അത് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഭയങ്കര ഈസി ആയിട്ട് അത്
അതായത് ജസ്റ്റ് ആൻസർക്ക് എവിടുന്ന് കിട്ടാന്നല്ല, എങ്ങനെ ചെയ്ത് എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി പറയണേ. ഇനിയിപ്പോ ഇതിന്റെ തന്നെ ഒരു വലിയ വേർഷൻ എന്നുള്ള രീതിക്ക് നമുക്കൊരു നമ്മൾ ഓൾറെഡി ഇതിന് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വോയിസ് അസിസ്റ്റൻസ് ചെയ്യുന്ന രീതിയിൽ. അപ്പൊ അങ്ങനെ വെച്ച് ഇതിനെ ഒരു ഡിവൈസ് ആക്കി മാറ്റം ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ കിട്ടുന്ന ഈ LLM തന്നെ നമുക്കൊരു വോയിസ് മോഡൽ ഇതിൽ എനേബിൾ ചെയ്താൽ മതി. സംസാരിച്ച് പഠിക്കാം. ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജ് ഒക്കെ സംസാരിച്ച് സ്പീക്കിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഒരു കുട്ടിക്ക് ഇപ്പോൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ മലയാളം സംസാരിച്ചാൽ മലയാളത്തിൽ തന്നെ ആൻസേഴ്സ് കിട്ടും. ഇപ്പോൾ ലാംഗ്വേജ് പരമായ ഇപ്പൊ മലയാളം രീതിയിലൊരു അസിസ്റ്റൻസ് കൊടുക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിന്റെ വർക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മള് ബേസിക് ആയിട്ടുള്ള എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറെ ഫീച്ചേഴ്സ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത്, നമ്മളിപ്പോ പറഞ്ഞ ഏകദേശം ഫീച്ചേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്ത്, അത് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ആവശ്യമില്ല. അപ്പൊ ആദ്യത്തെ ഒരു LLM മോഡലിൽ മാത്രമായിട്ട് ചാറ്റിംഗ് ഫീച്ചറിൽ മാത്രം നമ്മള് അതായത് ഇപ്പോ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇതിന്റെ യൂസ് ചെയ്യുന്നത് ലാമ 3.2 ആണ്. ഈ ലാമ 3.2 ഫൈൻ ട്യൂൺ ചെയ്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഫൈൻ ട്യൂൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോവാം. ഇപ്പൊ LKG അങ്ങനെ ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സസ് മാത്രം എടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവരുടെ സെറ്റ് ഓഫ് ഡാറ്റാസ് ആദ്യം നമ്മൾ കളക്ട് ചെയ്യണം. അതായത് ഡാറ്റ എന്ന് പറയുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, ബുക്ക്, ഇപ്പോഴത്തെ കറന്റ് ബുക്ക്, അതിന്റെ ഈ ബുക്സ് ഒക്കെ ഫയൽ ചെയ്തിട്ട് അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യും. ഡാറ്റ സെറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഈ ഡാറ്റ സെറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈ നമ്മൾ പ്രീ ട്രെയിൻഡ് ഡാറ്റയുടെ ഒപ്പം ഇംപ്ലിമെന്റ് ചെയ്യും. എന്നിട്ട് അതിന് ബെറ്റർ റിസൾട്ട് കൊണ്ടുവരാം. അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഈ ഡാറ്റാസ് കളക്ട് ചെയ്യണം. ഈ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെ ഫൈൻ ട്യൂൺ ചെയ്യണം, ആ ഡാറ്റിനെ എങ്ങനെ പ്രോസസ് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇനി ഡാറ്റ സെറ്റ്സ് ക്രിയേറ്റ് ചെയ്യാണ് നമുക്ക് നെക്സ്റ്റ് ഒരു വർക്ക് വരുന്നത്. അപ്പൊ ഏതാണെങ്കിലും ഒരു ക്ലാസ് ചൂസ് ചെയ്യാം. ഫസ്റ്റ് സിംഗിൾ ഒരു ക്ലാസ് ചൂസ് ചെയ്തിട്ട് ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ ഉള്ള ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം ഏറ്റവും ബെറ്റർ. നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു MVP മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റിൽ ഇറക്കാനൊക്കെ പറ്റും. നമുക്ക് ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പൊ നമ്മളിത് ലോക്കൽ സെർവറിലാണ് റൺ ചെയ്യുന്നത്. ഇതിനെ ഹോസ്റ്റ് ചെയ്തിട്ട് വേണം അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അവിടെ നമുക്ക് അത്യാവശ്യം ചെലവ് വരുന്നത്, അതായത് സെറ്റ് ഓഫ് GPUs വേണം. ഇത് ഇഷ്ടംപോലെ യൂസേഴ്സ് വരുമ്പോൾ ഈ നല്ല GPU വേണം. കാരണം ഈ AI മോഡലിന് ഏറ്റവും വലിയ പ്രശ്നമാണ് ലാർജ് ഇൻഫ്രാസ്ട്രക്ചർ വേണം. അതിന് GPUs മോഡൽസ് വേണം. ഇപ്പൊ ഗ്രോക്ക് 3 ഒക്കെ കണ്ടില്ല, 10,000 കണക്കിന് GPUs വെച്ചിട്ടാണ് ഓരോ വർക്ക് ചെയ്യണത്. അതേപോലെ എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വേണമെങ്കിൽ നമുക്ക് AWSന്റെ EC3 ഒക്കെ ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ തന്നെ കുറച്ച് സെറ്റ് ഓഫ് സർവേഴ്സ് സെറ്റ് ചെയ്തിട്ട് ഒരു 10-15 യൂസേഴ്സിനെ മാത്രം കയറ്റിയിട്ട് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതായത് അവരുടെ റിസൾട്ട് മാത്രം നോക്കിയാൽ മതി. അതേപോലെ നമ്മള് ഇതിലേക്ക് വരുമ്പോ നമ്മള് ആദ്യം അല്ല നമ്മളെ മനസ്സിലാക്കേണ്ടത് നമുക്ക് സ്വന്തമായിട്ട് ഒരു മോഡൽ ലേൺ ചെയ്യിക്കണം, കസ്റ്റമായിട്ട് ലേൺ ചെയ്യിക്കണം. അതിന്റെ പ്രോസസ്സ് എങ്ങനെ അങ്ങനെയൊക്കെ നോക്കി പിന്നെ കൂടുതൽ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് അതങ്ങനെ പോസിബിൾ ആണ്. കാരണം കൂടുതൽ ടൈം കൺസ്യൂമിങ്, നല്ല എനർജി കൺസ്യൂം ആണ്, ടൈം അത്യാവശ്യം എടുക്കും. അതുപോലെ ഒരുപാട് GPU കാര്യങ്ങളൊക്കെ വേണം. അതിലാണ് നമ്മൾ ഈ ഫൈൻ ട്യൂണിങ് എത്തിയത്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രീ ട്രെയിനിങ് പോലെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡാറ്റോടി വെച്ചിട്ട് അതിനെ ട്യൂൺ ചെയ്തെടുക്കുക. അങ്ങനെയാണ് നമ്മൾ പിന്നെ ഈ ഒരു ഫൈൻ ട്യൂണിങ് എത്തിയത്. ഇപ്പോൾ അങ്ങനെ പറഞ്ഞ LLMന്റെ ലാമിന്റെ ഓൾറെഡി പ്രീ ട്രെയിൻഡ് ഡാറ്റ പക്ഷെ എത്ര ബില്യൺ ഡാറ്റ, 3.2 ബില്യൺ ഡാറ്റ ഉണ്ട് അതിൽ. ഓൾറെഡി 3 ബില്യൺ ഡാറ്റ ഓൾറെഡി അത്രയും ഡാറ്റ വെച്ച് ലേൺ ചെയ്ത മോഡലാണ് ലാമിന്റെ മോഡൽ. അപ്പൊ നമ്മൾക്ക് ഈ പറഞ്ഞ ഈ ഒരു പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യും. ഇപ്പോൾ 10ാം ക്ലാസ്സിലെ കുട്ടികൾ സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ടെങ്കിൽ ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മീൻസ് ഓരോ ആ ഡാറ്റ നമുക്ക് എന്തൊക്കെയോ ആവശ്യമുള്ള പോലെ സിലബസ്, ടെക്സ്റ്റ് ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ഈ ഒരു ലാമിന്റെ മോഡലിലേക്ക് എന്ത് ചെയ്യും ട്യൂൺ ചെയ്യും. ബ്ലെൻഡ് രണ്ടുപാട് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ ഈ പ്രോസസ്സിനാണ് ഫൈൻ ട്യൂണിങ് എന്ന് പറഞ്ഞത്.
നമ്മൾ ആദ്യം ഫ്രം സ്ക്രാച്ച് സ്വന്തമായിട്ടൊരു ഉണ്ടാക്കി വരുന്നത്. ഉണ്ടാക്കിയാന്നാണ് ആദ്യം കരുതിയത്. പക്ഷെ അതല്ല ഏറ്റവും ബെറ്റർ ഫൈൻ ട്യൂണിംഗ് ആണ്. നമ്മള് ശരിക്കും സ്വന്തമായിട്ടുള്ള ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തു, പക്ഷെ നമ്മള് സെറ്റ് ഓഫ് ദാറ്റ് മാത്രം കൊടുത്ത് അപ്പൊ അതിന് റിസൾട്ട് ഭയങ്കര റിസൾട്ട് കുറവായിരിക്കും. അതായത് ഇന്നലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഇന്നത് വരും, ആ രീതിയിലൊക്കെ സെറ്റ് ആണ്. അത് മാത്രമേ വരുള്ളൂ. ഓട്ടോമാറ്റിക് അത് പിന്നെ ഓട്ടോ ട്രെയിൻ ഒക്കെ ചെയ്യാം, പക്ഷെ അതിനും കുറെ ഡാറ്റ എന്നാലും നമ്മള് പ്രീ ടൈം ചെയ്യുമ്പോ തന്നെ പറയണം. അത്രയും ഡാറ്റ ട്രെയിൻ ചെയ്യിക്കാന്ന് പറഞ്ഞാൽ നമ്മള് 3 ബില്യൺ ഡാറ്റ ട്രെയിൻ ചെയ്യുക അത്രയില്ലേ ടൈം കൺസ്യൂമിങ്. അത് മറ്റേ മോഡലൊക്കെ മറ്റൊരു അതായത് ഇതിപ്പോ ശരിക്കും 3 ബില്യൺ ഡാറ്റ 3.2 ബില്യൺ ഡാറ്റ നമ്മുടെ അടുത്തുണ്ട്. അതായത് ഫേസ്ബുക്കിന്റെ കമ്പനിയുള്ള മെറ്റ ചെയ്ത മെറ്റയുടെ ലാമ 3.2 പറഞ്ഞൊരു മോഡലുണ്ട്. 3.2 ബില്യൺ ഡാറ്റ ഉള്ള മോഡലാണ്. ആ മോഡൽ നമ്മൾ ഓപ്പൺ സോഴ്സ് ആണ്. അത്രയും ഒരു ട്രെയിൻ ചെയ്യിപ്പിച്ച ഡാറ്റ ഉണ്ട്. അതിന്റെ ഒപ്പം നമ്മളുള്ള ഈ എക്സ്റ്റേണൽ ആയി നമ്മൾ കൊടുക്കുന്ന ഡാറ്റകൾ മിക്സ് ചെയ്തിട്ടാണ് ഈ നമ്മൾ പുതിയ മോഡൽ ഉണ്ടാക്കുന്നത്. ആ മോഡലിനാണ് നമ്മൾ ഇങ്ങനെ ഔട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നത്. ഈ മോഡലിലൊക്കെ പ്രത്യേകത വെച്ചാൽ നമ്മൾ എത്രത്തോളം ഡാറ്റ ട്രെയിൻ ചെയ്യുന്നു അത്രത്തോളം അതിന്റെ ആക്യുറൻസി കൂടും. എന്താണ് ഇപ്പൊ നമ്മളിപ്പോ ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പോ 10ാം ക്ലാസ് സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് മാത്രം വെച്ചിട്ട് നമ്മളൊരു മോഡൽ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ മാതിരി അതിന് പുറമെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും ഉത്തരം പറയാൻ പറ്റാത്തൊരവസ്ഥ, റിസൾട്ട് ഔട്ട് കിട്ടാത്തൊരവസ്ഥ വരും. മറിച്ച് നമ്മൾ ഇതിനെ കൂട്ടി ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇതുപാടെ രണ്ടുപാടെ കുറച്ചുകൂടി ആക്യുറേറ്റ് ഉള്ള ഡാറ്റ തരാൻ പറ്റും. അതായത് ഇപ്പൊ എന്താണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഇപ്പൊ കറന്റ് ഇപ്പൊ നമ്മൾ ചോദിക്കാണ് അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഞാന് ഇപ്പൊ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട്, ഈ കമ്പനിയുടെ ഡാറ്റ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ കമ്പനി ഏതാന്ന് ചോദിക്കും. അപ്പൊ ജസ്റ്റ് ഈ കമ്പനി ഏതാന്നുള്ള ഡാറ്റ ചോദിച്ചാല് ഇങ്ങനെ സ്ഥലത്തുള്ള കമ്പനിയാണ്, അത് മാത്രമാണ് അയക്കും അതിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ സെറ്റ് ഓഫ് ഇന്നലെ വർക്ക് ചെയ്യും. അപ്പൊ ഈ ഡാറ്റയും നമ്മളെ ഈ ലാമയിലുള്ള 3.2 ബില്യൺ ഡാറ്റയും കൂടി മിക്സ് ചെയ്യും. അത് നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ചെയ്തിട്ട് അപ്പൊ ഒരു IT കമ്പനി ആണെങ്കിൽ IT കമ്പനി എന്തൊക്കെ ചെയ്യും അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു റിസൾട്ട് തരും. അങ്ങനെയാണ് ഈ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് വർക്ക് ചെയ്യണത്. പിന്നെ നമുക്ക് കുറെ വെബ്സൈറ്റ്സിലൊക്കെ അവൈലബിൾ ഈ റാങ്ക് ഉപയോഗിച്ചിട്ട് വെബ്സൈറ്റിലുള്ള അവൈലബിൾ ആയ ഡാറ്റയും ഇതും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് കൊണ്ടുവരാം. നമ്മളിപ്പോൾ ഫസ്റ്റ്ലി വിചാരിക്കണ ഒരു ഫൈൻ ട്യൂണിങ് മോഡൽ നല്ലൊരു രീതിയിലൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ ഒപ്പം ജസ്റ്റ് ഇതൊന്ന് ഒരു ട്രാക്ഷൻ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് യൂസേഴ്സിനെ കൊണ്ടുവരാം. അപ്പോൾ ഓല് ഫേസ് ചെയ്യുന്ന എന്തൊക്കെ ഇഷ്യൂസ് കണ്ടെത്തിയിട്ട് അത് സോൾവ് ചെയ്ത് നല്ലൊരു മോഡലാക്കി മാറ്റാം. എന്നിട്ട് അത് ഇതേപോലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇത് ഔട്ട് ചെയ്യാം. ആ ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്.